ആ സ്വർണം സരോജിനി ആന്റിക്ക് കിട്ടിയിരിക്കാം. ആരും കാണാതെ അവരത് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കാം. അതായിരിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അന്ന് തന്നെ രഘുവേട്ടനോട് പറയേണ്ടതായിരുന്നു, പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും? രഘുവേട്ടനെ വിളിച്ചുണർത്തി എല്ലാം ഏറ്റു പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. രഘുവേട്ടൻ ഈ രാത്രിയിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ആ സ്വർണം ഞാൻ അച്ഛന്റെ മുറിയിൽ സൂക്ഷിച്ചെന്നറിഞ്ഞ എല്ലാവരും എന്നെ വെറുക്കും. എന്റെ ദൈവമേ, ഏത് ശാപം കിട്ടിയ നിമിഷത്തില് എനിക്ക് ആ സ്വർണം ഒളിച്ചു വെക്കാൻ തോന്നിയത്. സ്വർണ്ണക്കടത്തുകാർക്ക് അത് തിരിച്ചു കൊടുത്ത് രഘുവേട്ടനെ രക്ഷിക്കാനും ഇനി എനിക്ക് പറ്റില്ലല്ലോ. രഘുവേട്ടാ, അമ്പിളി ചേച്ചി, എവിടാ സ്വർണം? നിങ്ങൾ ആരാണ്? എവിടാ ഞങ്ങളുടെ സ്വർണം? എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ലെന്ന്. ഞാൻ സത്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ. എവിടാ സ്വർണം? അയ്യോ, ഒന്നും ചെയ്യല്ലേ രഘുവേട്ടാ. അയ്യോ, ഒന്നും ചെയ്യല്ലേ രഘുവേട്ടാ. രഘുവേട്ടാ, അയ്യോ, അടിക്കല്ലേ. അയ്യോ രഘുവേട്ടാ. അമ്പിളി ചേച്ചി, ശബ്ദിച്ചു പോകരുത്. ജീവൻ വേണമെങ്കിൽ ഇവരോട് ഗോൾഡ് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയാൻ പറ. എനിക്കറിയില്ല. എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനത് എടുത്തിട്ടില്ല. ചെയ്യല്ലേ രഘുവേട്ടനൊന്നും അറിയില്ല. രഘുവേട്ടനൊന്നും ചെയ്യല്ലേ. പിന്നെ ആർക്കാടി അറിയാവുന്നേ? ഇനി ഞങ്ങൾ ചോദിക്കാൻ പോകുന്നതേ ആനന്ദ മാഷോടായിരിക്കും. വേണ്ട, ഇതിനെ കുറിച്ച് അച്ഛനൊന്നും അറിയില്ല. ആ സ്വർണ്ണം എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. വേഗം പറ, എവിടെ ഗോൾഡ് വെച്ചിരിക്കുന്നേ? അത് സരോജിനി എടുത്തോണ്ട് പോയി. നിങ്ങൾ അവരോട് ചോദിക്കേ. ഇവള് നമ്മളെ വട്ടം ചുറ്റിപ്പിക്ക. വീഴ്ത്തണമാണ്. അപ്പോഴിവള് സത്യം പറയത്തുള്ളൂ. എന്താ എന്താ നീ എന്തോ സ്വപ്നം കണ്ടോ? അവന്മാര് വീണ്ടും വന്നു രഘുവേട്ട. രഘുവേട്ടനെ അവര് കൊല്ലും, സൂക്ഷിക്കണം. നമ്മൾ പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തില്ലേ? അവന്മാർ ഇനിയും വന്നാൽ നമ്മൾ പോലീസിനെ വിളിക്കാം. പോലീസ് എന്ത് ചെയ്യാന് രഘുവേട്ട? അവർക്ക് ആരെയും പേടിയില്ല. അവരുടെ സ്വർണം കിട്ടുന്നത് വരെ രഘുവേട്ടന്റെ പുറകെ തന്നെ അവരുണ്ടാവും. അതിന് രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്മാര് പുറകെ വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് അപ്പം നോക്കാം. എനിക്ക് നല്ല പേടിയുണ്ട് രഘുവേട്ട. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? അമ്മ, നീ ഇപ്പോ സമാധാനമായിട്ട് കിടക്ക. നീ ഇങ്ങനെ ഓരോ സ്വപ്നം കണ്ട് പേടിച്ചാലോ? നീ ആവശ്യമില്ലാത്ത ഓർത്ത് കിടന്നിട്ടാ ദുസ്വപ്നമൊക്കെ കാണുന്നത്. നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ?
പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. എടി, ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? കിടക്ക്. ലൈറ്റ് ഓഫ് ആക്കാം. കിടന്നുറങ്ങൂ. കിടക്കമ്പിളി. എടി, ഞാനില്ലേ കൂടെ. നീ കിടക്ക്. വാ. നീ ആവശ്യമില്ലാത്ത തുറന്ന് ചിന്തിക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. എല്ലാം ശരിയാവും.